ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു റെഡ് ക്യാൻഡിൽ ആണ്, ഇതൊരു യെല്ലോ ക്യാൻഡിൽ ആണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ആദ്യം റെഡ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ക്യാൻഡിൽ ഞാനൊന്ന് കത്തിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം, ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി Ace of Swords, Two of Swords, Empress, Three of Pentacles. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹാപ്പി അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ, അതായത് മനസ്സിന് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങൾ നേരിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ, അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ കുറച്ചു പ്രയാസത്തിലൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ സത്യങ്ങൾ ഈ ഒരു കാര്യവുമായി, ഈ ഒരു തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങൾ ഈ ഒരു അടുത്ത സമയത്ത് മനസ്സിലാക്കിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അതായത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല, പക്ഷെ ആ ഒരു കാര്യം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു, അതായത് നിങ്ങൾ കൺഫ്യൂഷനാണ്, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധവുമായിട്ട് ഇനി മുന്നോട്ട് പോകണമോ അതോ ഇതിൽ നിന്നും പിന്മാറണമോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളെന്ന് പറയുന്നത് ഒരു എംപ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കൂടുതൽ പേരും ഇവിടെ മാരീഡ് ആയ വ്യക്തികളെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നം അത് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള എനർജി എംപ്രസ് എനർജിയാണ്. ആ ഒരു എനർജി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുവാനായിട്ടുള്ള കഴിവുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു തേർഡ് പാർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എടുത്തു ചാടി തൽക്കാലം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള സമയമല്ല, കുറച്ചുകൂടി ഒരു സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ക്ഷമയോട് കൂടി നിൽക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി ആയിട്ട് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് യെല്ലോ ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി?
അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഞാൻ കത്തിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് ആവർത്തിച്ച് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എന്താണ്? ഡെത്ത്, നൈറ്റ് ഓഫ് വൺസ്, നയൻ ഓഫ് വൺസ്, പേജ് ഓഫ് കപ്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഇതിനോടകം തന്നെ നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് ഇവിടെ കൂടുതൽ കൊടുത്തതായിട്ട് കാണിക്കുന്നത്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നല്ല, ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു പരിശ്രമം ഉണ്ടായതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഇനി ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇനി മുന്നോട്ട് പോയാൽ പറ്റില്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിയായി ഇനി മുന്നോട്ട് പോകണ്ട. അതായത് ഈ ഒരു ബന്ധത്തിലും ഒരു മാറ്റം വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാർമിക് കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തി, നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങൾ ഓർത്തത്, ആ ഒരു വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ള ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നില്ല. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇവർ നല്ലതുപോലെ നിങ്ങളോട് പെരുമാറും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ വേറൊരു രീതിയിൽ പെരുമാറും. അതായത് ചില സമയങ്ങളിൽ നിങ്ങളോട് വളരെയധികം ക്ലോസ് ആയിട്ട് ഇവർ നിൽക്കും. അതേസമയം തന്നെ നിങ്ങളോട് ഇവർ ഡിസ്റ്റൻസും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ടാണ് പറയുന്നത്. അതായത് ഒരു സ്ഥിരതയില്ലാത്ത, നിങ്ങൾക്ക് സമാധാനം തരാത്ത ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മാറണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ വളരെയധികം ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണ്ട, പകരം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.